നിലമ്പൂരിലെ DFO ഓഫീസ് തല്ലി തകർത്ത കേസുമായി ബന്ധപ്പെട്ട് PV അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ജാമ്യ ഹർജി കൃത്യമായി നിലമ്പൂർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് തവനൂരിലേക്ക് കൊണ്ടുപോയത് എന്ന വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. PV അൻവറിനെതിരെ നടന്നത് നെറികേടാണ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC അധ്യക്ഷനും കൂടിയായിരുന്ന രമേശ് ചെന്നിത്തല പറയുകയാണ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു കാലത്ത് പിണറായിയുടെ വാളായി പ്രവർത്തിച്ച വ്യക്തി, പിണറായി വിരുദ്ധത എന്നു മുതൽ തുടങ്ങി, അന്ന് മുതൽ അദ്ദേഹത്തിനെ വേട്ടയാടാൻ തുടങ്ങിയതാണ്. PV അൻവറിനെ ഇല്ലാതാക്കുക എന്നതാണ് പിണറായിയുടെ പോലീസിൻ്റെ ലക്ഷ്യം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കിടപ്പ്. PV അൻവർ ഒരു കാര്യം കൃത്യമായി പറയുന്നു: ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഇതിൻ്റെ ബാക്കി കാണാം. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വന്നാൽ ഒന്നിനെയും വെറുതെ വിടില്ല എന്ന ഭീഷണി തന്നെയാണ് മുഴക്കിയിരിക്കുന്നത്. DYSPക്കെതിരെ ശക്തമായി PV അൻവർ ഘോരഘോരം വാക്കുകൾ കൊണ്ട് മറുപടി പറയുന്നത് നമ്മൾ കണ്ടതുമാണ്. PV അൻവർ അങ്ങനെ ഇങ്ങനെയൊന്നും ഭയക്കുന്നവനല്ല എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. നമുക്കറിയാം, PV അൻവർ ശശിക്കെതിരെ നിരവധിയായിട്ടുള്ള ഗുരുതര ആരോപണങ്ങളാണ് തൊടുത്തുവിട്ടത്. പിണറായി വിജയൻ കള്ളക്കടത്ത് ഏജൻറ്റുകളുടെ വക്താവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് PV അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്തരത്തിൽ കൊള്ളസംഘങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രഭവ കേന്ദ്രവുമായി മാറിയതിന് കാരണക്കാരൻ ശശിയാണ് എന്ന് PV അൻവർ തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. ഒരു രീതിയിലും PV അൻവർ മയം കാണിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അൻവറിൻ്റെ UDFിലേക്കുള്ള മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ UDFിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം എല്ലാ രീതിയിലുമുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധതയാണ് കാണിക്കുന്നതെന്ന് കൂടി PV അൻവർ പറഞ്ഞു വെക്കുകയാണ്. കൃത്യമായി നിലമ്പൂർ കോടതിയിൽ ജാമ്യാപേക്ഷ ഹർജി സമർപ്പിക്കപ്പെടുമ്പോൾ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള DMKയിലെ നേതാക്കളും കൃത്യമായി പറയുന്നത്. ഒരു കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട്, ഒരു ആദിവാസി യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ അൻവർ ചെന്നതായിരുന്നു. സ്ഥലം MLAയും കണ്ടാൽ അറിയുന്ന 11 പേർക്കുമെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഉള്ളുകളികൾ വളരെ വിചിത്രമാണ്. അതായത് PV അൻവറിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ രീതി എന്ന് പറയുന്നു. അതാണിപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കണ്ട് പേടിച്ച് മാളത്തിൽ ഒളിക്കില്ല എന്നും, ജയിലിൽ കിടന്നാലും ഞാൻ അവിടെ തന്നെ കിടന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കാണിച്ചു തരാമെന്നും കൃത്യമായി പറയാനുള്ള ആ ആർജവം, ആ ചങ്കുറപ്പ്, അതുതന്നെയാണ് രമേശ് ചെന്നിത്തലയും Suധാകരനും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നത്. സമാനതകളില്ലാത്ത ഒരു പോരാട്ടം പിണറായി വിജയനെതിരെ അംഗം കുറിച്ചുകൊണ്ടാണ് PV അൻവർ ഈ കാര്യത്തിന് മറുപടി പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയനും കൂട്ടരും ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ ആരാണെന്നും എൻ്റെ ലെവൽ എന്താണെന്നും കാണിച്ചു തരാമെന്ന PV അൻവറിൻ്റെ ഈ വെല്ലുവിളി അത്ര നിസ്സാരവൽക്കരിക്കാൻ CPIMന് കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നിലമ്പൂരിൽ 2 തവണയായി അദ്ദേഹം ഇടത് സ്വതന്ത്രനായി മത്സരിച്ചാണ് വിജയിച്ചത്. നിലമ്പൂരിൽ അദ്ദേഹത്തിന് ആധിപത്യം ഇല്ല എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഏറനാട് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പോലും വലിയ രീതിയിൽ പിന്നിലാക്കിക്കൊണ്ട് 2ാം സ്ഥാനത്തെത്തി. അന്ന് അവിടെ ജയിച്ച TK ബഷീറുമായി വെറും 10,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ PV അൻവറിൻ്റെ വാക്കുകളും നിലപാടും കുറച്ചധികം സ്വാധീനം ചെലുത്തപ്പെടുന്ന മേഖലകളാണ് ഏറനാടും നിലമ്പൂരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ UDF തള്ളിക്കളയുന്നില്ല.